അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കംബോഡിയൻ ട്രാവൽ സീരീസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇൻഫാക്ട് ദ ലാസ്റ്റ് എപ്പിസോഡ്. ഓക്കെ, അപ്പോൾ ഞാൻ സിയം റിപ്പിലെത്തി. സിയം റിപ്പിലുള്ള കുറേ കാഴ്ചകളും സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ ഇവിടെ ഒരു മൊണാസ്ട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതുപോലെ ഈ ഒരു സിയം റിപ്പിൽ വരുന്ന ആൾക്കാർക്കുള്ള ഡേ ടൂറും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ അടുത്തൊരു ലോട്ടസ് ഫീൽഡ് ഉണ്ട്, പിന്നെ ടോണി സാപ്പ് റിവറിനോട് സൺസെറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പോവാം. അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാം. ഞാനിപ്പോൾ ആ ഒരു നൈറ്റ് മാർക്കറ്റിൻ്റെ സൈഡിലോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വൈകുന്നേരം സമയം 5 മണിയാവുന്നു. കടകളൊക്കെ ഓണായി വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ പോയ മൊണാസ്ട്രിയുടെ അടുത്ത് വേറൊരു മൊണാസ്ട്രി ഉണ്ട്. അപ്പോൾ ആ ഒരു മൊണാസ്ട്രി കൂടി ജസ്റ്റ് ഒന്ന് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ സിയം റിപ്പിലെ നൈറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കണം. എന്നിട്ട് നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോവും. വീട്ടിലല്ല, ഹോട്ടലിൽ പോവും. ഹോട്ടലിൽ പോയിട്ട് നാളെ നമ്മൾ ചെക്കൗട്ടൊക്കെ ചെയ്ത് ഫ്ലൈറ്റിൽ കയറുന്ന സമയം വരെയുള്ള കാഴ്ചകൾ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്താം കേട്ടോ. ബൈ ദ വേ, ഞാൻ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് ടിപ്പിക്കലായിട്ടുള്ള ഇവിടുത്തെ റാമീൻ, നൂഡിൽസ്, മിഠായിസ്, ചോക്ലേറ്റ്സ് ഒക്കെ ഓഫീസിൽ കൊടുക്കാനൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. എങ്കിലും ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറുന്നുണ്ട്. അപ്പം ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലെ സാധനങ്ങളുടെ സംഭവങ്ങളും കൂടെയൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു നൈറ്റ് മാർക്കറ്റ്, ആ ഒരു റിവർ സൈഡ് നൈറ്റ് മാർക്കറ്റ് ഇതുണ്ട്. ആ ഒരു സൈഡിൽ കൂടെ ഞാനങ്ങനെ നടന്നിട്ട് ആ ഒരു മൊണാസ്ട്രിയുടെ സൈഡിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ഷോപ്പുകൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇവിടുത്തെ ഒരു ഫുഡ് സ്റ്റോളിൽ കണ്ട നമ്മുടെ മറ്റേ സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. പുൽച്ചാടി, പുഴു, കണ്ടില്ലേ, പാറ്റ. അടിപൊളി കേട്ടോ. എന്തൊക്കെ സാധനങ്ങളുണ്ട്, എന്തോ വലിയ സാധനങ്ങളാണ് കേട്ടോ. ഫാനിൻ്റെ പകരം കണ്ടോ, ഈച്ച അടിക്കാതിരിക്കാനായിട്ട് അവർ ഈ ഒരു സാധനമാണ് ആക്ച്വലി ഇട്ടിരിക്കുന്നത്. ബനാന ഫ്രൈ ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കൊള്ളാം. ഇത് കണ്ടില്ലേ, ഈ ഒരു ഷോപ്പ് നോക്കിക്കേ, നൈസ്. ഇവിടുത്തെ ഇതുപോലെ കുറേ കട്ട് ഫ്രൂട്ട്സ് കിട്ടും കേട്ടോ. കട്ട് ഫ്രൂട്ട്സിൽ അവർ കൊടുക്കുന്ന മസാലയാണ് കേട്ടോ ഈ സാധനം ഈ കാണുന്നത്. ഇതേ കണ്ടില്ലേ. അപ്പോൾ ഇവിടുത്തെ ഇതെല്ലാം ഇവർ കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് ഇട്ട് കൊടുക്കുന്ന സാധനമാണ്. ഇവിടുത്തെ ചാമ്പയ്ക്കയുടെ സൈസ് നോക്കിക്കേ, ഇത്രയും വലിയ ചാമ്പയ്ക്കൊക്കെയാണ് കേട്ടോ ഇവിടെ. അതിൻ്റെ മസാലകൾ കണ്ടില്ല, കുഞ്ഞു പാക്കിനകത്താക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ആ ഒരു നൈറ്റ് മാർക്കറ്റിൻ്റെ സൈഡിലുള്ള കുറച്ച് സ്ഥലമാണ് കേട്ടോ. ഇതാണ് കേട്ടോ ആ ഒരു മൊണാസ്ട്രി. നമ്മൾ ഇവിടെ അല്ലായിരുന്നോ കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ മുമ്പിൽ കൂടി ഇവിടെ വരെ വന്നിട്ട് ഈ സാധനം ഞാൻ കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പോകണം എന്ന് ഉദ്ദേശിച്ച ആ ഒരു മൊണാസ്ട്രി. ആൻഡ് അപ്പോൾ അകത്തോട്ട് കയറിയിട്ട് ജസ്റ്റ് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഈ ഒരു മൊണാസ്ട്രിയുടെ സൈഡിൽ ഫുള്ള് ചെമ്പക മരമാണ് കണ്ട. ഓക്കെ, ചെമ്പക മരത്തിൻ്റെ ഒരേ കൂട്ടം. അപ്പോൾ ഇവിടെ ബുദ്ധിസ്റ്റ് മോങ്കൊക്കെ അതേ ഉണ്ട് കേട്ടോ. അവരൊക്കെ നടന്നു പോകുന്നുണ്ട്. ഇത് കൊള്ളാം കേട്ടോ. ഈ ഒരു പാർക്കും കൂടെയൊക്കെയാണ്. പിള്ളേരൊക്കെ വന്നിരുന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു ചെമ്പക മരങ്ങൾ നല്ല രസമുണ്ട്. അപ്പോൾ അതേ ഇവിടെ കുറേ ആൾക്കാർ ഷട്ടിലും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തൊട്ട് മുമ്പിലുള്ളതാണ് ആ ഒരു വാട്ട് ദമാക് എന്നറിയപ്പെടുന്ന ആ ഒരു മൊണാസ്ട്രി. വാട്ട് മീൻസ് ടെമ്പിൾ എന്നാണ് കേട്ടോ. ദമാക് ടെമ്പിൾ എന്നാണ് ആക്ച്വലി അറിയപ്പെടുന്നത്. കംബോഡിയ ആനയ്ക്ക് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ആനയും താമരയും ഒക്കെയാണ് കംബോഡിയയുടെ മെയിൻ സംഭവങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ മൊണാസ്ട്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതേക്കുള്ള കുറേ ബുദ്ധസ്തൂപകൾ പല ഡിഫറൻറ്റ് ഷേപ്പുകളിലായിട്ട് അവർ പണിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ ഒരു വലിയൊരു ടെമ്പിളിൻ്റെ ഒരു സംഭവമുണ്ട്. അതിനകത്തൊരു ബുദ്ധപ്രതിമയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ചെറിയൊരു പാർക്കുണ്ട്. പാർക്കിനകത്ത് ആൾക്കാരൊക്കെ ഇരുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലോക്കലി നമ്മൾ ചെറിയ മാർക്കറ്റുകളിലുള്ള സംഭവങ്ങളല്ല, അവിടെ നിന്ന് മേടിക്കുന്ന ഫുഡുകൾ എവിടെ വെച്ച് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോയി കഴിക്കാം. ഹോട്ടലിനകത്ത് കൊണ്ടുപോയി കഴിക്കാം, പുറത്ത് കൊണ്ട് കഴിക്കാം, റോഡിൽ നിന്ന് കഴിക്കാം, ഞങ്ങളുടെ പാർക്കുകളിൽ നിന്ന് കഴിക്കാം. അപ്പോൾ ഇവിടെ കുറേ ബുദ്ധിസ്റ്റ് ആൾക്കാരൊക്കെ ഉണ്ട്. ബുദ്ധിസ്റ്റ് മോങ്ക്. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ ഇവിടുത്തെ ഇത്. അപ്പോൾ അതിൻ്റെ ബാക്കിലായിട്ടാണ് ആ ഒരു മൊണാസ്ട്രിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. കൊള്ളാം. അപ്പോൾ നമുക്ക് ഇതുവഴി നടന്ന് പോയിട്ട് അങ്ങോട്ട് കയറണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതുവഴി തന്നെ നടന്ന് പോവാം. അപ്പോൾ ഇഷ്ടംപോലെ കുറേ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ടില്ലേ ആ ഒരു ബുദ്ധസ്തൂപയും കാര്യങ്ങളൊക്കെ. ആ ഒരു ബുദ്ധസ്തൂപ കുറേ ഉണ്ട്. ഇവിടെ അവരുടെ ആ ഒരു പഗോഡ കണക്കുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു വലിയ പഗോഡയുണ്ട്. അവിടെ ഒരു വലിയൊരു ബുദ്ധപ്രതിമ കണ്ട.
വലിയൊരു ബുദ്ധപ്രതിമ ആക്ച്വലി ഉണ്ട്. അവിടെ എന്തൊക്കെ ചെറിയ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബുദ്ധപ്രതിമ ഇപ്പം പുതിയതായിട്ട് അവർ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ ബുദ്ധിസ്റ്റ് മോങ്കുകളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് ഒറ്റ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു ബുദ്ധപ്രതിമയുടെ അവിടെയായിട്ട്. കുട്ടികളും വലിയവരും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ ഒരു ബുദ്ധപ്രതിമയുണ്ട്. അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇഷ്ടംപോലെ ആ ഒരു മൊണാസ്ട്രിയുടെ ആ ഒരു ബുദ്ധിസ്റ്റിൻ്റെ ആ ഒരു ചെറിയ ചെറിയ ബിൽഡിങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഇവിടുത്തെ വലിയൊരു ബിൽഡിങ് ഉണ്ടല്ലേ. ഈ ഒരു സംഭവമൊക്കെ നല്ല രസമില്ലേ കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെ അവരുടെ എന്തോ ഒരു പ്രാർത്ഥനാ ആലയങ്ങളൊക്കെയാണ്. അവിടെ അതേ ഒരു സ്ഥലത്ത് ബുദ്ധിസ്റ്റ് മോങ്കുകളുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവമാണ് അതിൻ്റെ എൻട്രി കേട്ടോ. അവിടെയും എൻട്രി ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു കുളം കണക്കൊരു സാധനമൊക്കെ ഉണ്ട് കേട്ടോ. ഇതേ ബുദ്ധിസ്റ്റ് മോങ്കുകളിരിക്കുന്നു. ആൻഡ് ബുദ്ധപ്രതിമ കൊള്ളാം, നൈസ്. അങ്ങനെ ആ ഒരു ബുദ്ധ മൊണാസ്ട്രിയുടെ അടുത്തുകൂടെ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ നല്ല രസമാണ് ഇത് വഴി കാണാനും. ഇവിടെ ഇങ്ങനെ ഭയങ്കര പീസ് ഓഫ് ആണ് കേട്ടോ. നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ആ ഒരു സ്ട്രീറ്റിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ നമ്മളെ അഫക്റ്റ് ചെയ്യും. പക്ഷേ ഈ ഒരു ഇവിടുത്തെ മൊണാസ്ട്രികളിൽ അല്ലെങ്കിൽ ഇതുപോലെ ടെമ്പിളിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പീസ് ഓഫ് മൈൻഡ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ കുറേ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീസിനെ കണ്ടിട്ടുണ്ട്. അതെനിക്കൊന്ന് ബുദ്ധിസം പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവർ ഈ ഒരു സ്ഥലങ്ങൾ ക്ലീൻ ആക്കുന്നുണ്ട്, അവർ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ബുദ്ധിസം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ആക്ച്വലി ഇവിടുത്തെ ആ ഒരു കൊച്ചു കുട്ടികൾ മുതലേ അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ ഒരു സ്ഥലത്ത് പ്രാർത്ഥനാ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത്രയും പീസ് ഓഫ് മൈൻഡായിട്ട് ആയിട്ടുള്ള ഒരു ഏരിയയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ബുദ്ധിസ്റ്റ് മോങ്കുകൾ ആക്ച്വലി ഇവിടെ ബുദ്ധിസം പഠിക്കാൻ വരുന്ന കുട്ടികളുടെയാണെന്ന് തോന്നുന്നു. അവിടുത്തെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് ഇത് ചെയ്യും അങ്ങനെയൊക്കെ ആട്ടാ. എല്ലാം കുട്ടികളാണ്. ആ ഒരു ബുദ്ധിസ്റ്റ് മോങ്ക് ആ ചെറുക്കനാണ് അവിടുത്തെ കണ്ട പുല്ലൊക്കെ ചെത്തുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ആ കുട്ടികൾ തന്നെയാണ് എടുക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ കണ്ടില്ലേ കുറേ ആ ഒരു സ്തൂപകളുണ്ട്. ബുദ്ധസ്തൂപ ആണ്. പല ഡിഫറൻറ്റ് ഷേപ്പിലുള്ള ബുദ്ധസ്തൂപയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിച്ച ബുദ്ധിസ്റ്റ് മോങ്കുകളൊക്കെ നമുക്ക് കാണാം. ഇതാണ് അവരുടെ ആ ഒരു മെയിൻ ടെമ്പിൾ എന്ന് പറയുന്ന സംഭവം. ഇവിടുത്തെ ബുദ്ധൻ്റെ വലിയൊരു പ്രതിമയും കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. മേ ബി റിനോവേഷൻ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ഏരിയയിൽ കണ്ടില്ലേ കുറേ ബുദ്ധസ്തൂപകൾ വെച്ചിട്ടുണ്ട്, ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കംബോഡിയയിൽ ഉള്ള ബുദ്ധിസ്റ്റ് സ്തൂപകളെല്ലാം ഈ ഒരു പാറ്റേണിലുള്ള സംഭവങ്ങളാണ് കേട്ടോ. ഈ കണ്ടില്ലേ അപ്പോൾ ഈ ഒരു ഏരിയയിലെ കാഴ്ചകൾ ഇത്രയാണ്. അപ്പോൾ ഇനി ഞാൻ ഇവിടുന്ന് പുറത്തോട്ട് പോയിട്ട് ബാക്കി കാഴ്ചകളിലേക്ക്. സോ അങ്ങനെ ആ ഒരു മൊണാസ്ട്രിയിൽ നിന്നും ഞാൻ തിരിച്ച് നടന്നിട്ട് നമ്മുടെ റിവർ സൈഡ് നൈറ്റ് മാർക്കറ്റിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. സമയം ഇപ്പോൾ 6 മണിയാകുന്നു. ഇനിയിപ്പോൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളത് കുറച്ച് നൈറ്റ് ലൈഫ് കാഴ്ചകളൊക്കെയാണ്. ഇവിടെ പബ് സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു. സൺസെറ്റ് നോക്കിക്കാണോ, സൺസെറ്റ് ഇവിടെ ഒരു രക്ഷയില്ല കേട്ടോ. അമ്മാതിരി വലിയ സണ്ണാണ്. ഒരു രക്ഷയില്ലാത്ത സൺസെറ്റ് നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ ഞാനൊരു റിവർ സൈഡിൻ്റെ ഏരിയയിലോട്ട് പോയിട്ട് നമുക്ക് കുറച്ച് നൈറ്റ് ലൈഫ് കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ നോക്കാം. അതുപോലെ തന്നെ സൺസെറ്റ് വരുന്നുണ്ട്. രാത്രിയിലെ സിയോം റിപ്പിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. സോ ഐ എം ജസ്റ്റ് റോമിങ്. ആ ഒരു സൺസെറ്റ് നോക്കിക്കേ, ഇവിടെ ഭയങ്കര വലിയ സണ്ണാണ് കേട്ടോ. കംബോഡിയയിൽ സൺസെറ്റ് വ്യൂ പോയിൻറ്റുകൾ കുറേ ഉണ്ട്. കംബോഡിയയിൽ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ സൺസെറ്റൊക്കെ ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു ടോണിസാപ്പ് റിവറിൻ്റെ സൈഡിലുള്ള ആ ഒരു സൺസെറ്റിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. സോ ഇതേ കണ്ടില്ലേ പാലത്തിലൂടെ വണ്ടികൾ അങ്ങനെ പോകുന്നു. ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങനെ നടന്ന് പോവുകയാണ്. നൈസ്. അപ്പോൾ ഇതേ കണ്ടില്ലേ ആ ഒരു റെഡിഷ് കളർ അവിടെ കണ്ട അത് സൺസെറ്റിൻ്റെ. അപ്പോൾ ഈ റിവർ സൈഡിലുള്ള ഷോപ്പുകളിലൊക്കെ അത്യാവശ്യം ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു പാർക്കും ഇവിടെ ഒരു റിവറിൻ്റെ 2 സൈഡിലായിട്ട് നൈറ്റ് മാർക്കറ്റും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അവിടെ നൈറ്റ് മാർക്കറ്റിൻ്റെ വലിയൊരു ഷോപ്പിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതേ പോകും നമ്മുടെ കട്ട കലിപ്പ് കേട്ടായി. കേട്ടോ ഇവിടെ ഭയങ്കര കമ്പനിയാണ് ആക്ച്വലി. നമ്മൾ കുറേയൊക്കെ കംബോഡിയക്കാരെ കുറിച്ച് നെഗറ്റീവ് കേട്ടിട്ടുണ്ട്, അത് കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും എനിക്കിതുവരെയുള്ള അങ്ങനെയുള്ള എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ കോമൺ ആയിട്ട് ഞാൻ നാളെ പറഞ്ഞുതരാം കേട്ടോ. ഹൗ ഈസ് കംബോഡിയ ആൻഡ് ഓൾ. അപ്പോൾ അതേവിടെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പോലീസുകാരൊക്കെ വന്നിട്ട് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യും, ട്രാഫിക്കൊക്കെ ഡൈവേർട്ട് ചെയ്ത് തരും. ചില റോഡുകളിലോട്ട് നമുക്ക് പ്രവേശനം ഉണ്ടാവത്തില്ല, നൈറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ആ റോഡുകളൊക്കെ ഇവർ ക്ലോസ് ചെയ്യും. അപ്പോൾ നൈറ്റ് ലൈഫിന് വേണ്ടിയിട്ട് കുറേയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൺട്രിയാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലെ ഒട്ടുമിക്ക കൺട്രീസും. സോ അങ്ങനെയുള്ള കൺട്രിയാണ് ഈ പറയുന്ന കംബോഡിയ എന്ന് പറയുന്നത്. നൈറ്റ് ലൈഫ് മാക്സിമം പൊതുജനങ്ങൾ എൻജോയ് ചെയ്യണം എന്നുള്ളതാണ് അവരുടെ ഒരു മൈൻഡ് സെറ്റ്. അപ്പോൾ ആ ഒരു സൈഡിൽ പോയി കഴിഞ്ഞാൽ സൺസെറ്റ് കുറച്ചുകൂടെ നല്ലോണം കാണാൻ പറ്റും. അപ്പോൾ ഞാനൊന്ന് അങ്ങോട്ട് നടന്ന് നോക്കട്ടെ. അപ്പോൾ സമയം 6:30 മണിയൊക്കെ ആവുന്നു. സൺസെറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ പബ്ബ് സ്ട്രീറ്റിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് അത്യാവശ്യം നൈറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ കംബോഡിയയിൽ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി കുറേ കഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല കോസി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
ഈ ലൈറ്റുകളൊക്കെ നോക്കിക്കേ, കണ്ടില്ലേ? ആ ഒരു ടേബിളിൻ്റെ അവിടെ തന്നെ ദേ കണക്കുള്ള ലൈറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. സോ നൈസ്. ഭയങ്കര കമ്പനിയാണ്, കയ്യും കാലൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട്. സോ പബ് സ്ട്രീറ്റിൻ്റെ അവിടെ ഷോപ്പിൻ്റെ അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കുള്ള കാഴ്ച ഇങ്ങനെയാണ് കേട്ടോ. അടിപൊളി. ഇവിടെയൊക്കെ കണ്ടില്ലേ? കുറച്ചുകൂടെ നൈറ്റ് ആവട്ടെ, കുറച്ചുകൂടെ നൈറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നല്ല കാഴ്ചകളൊക്കെ നമുക്ക് കിട്ടും. ആൻഡ് വിൽ സീ. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ രാവിലെ വന്ന് കണ്ട ഒരു ഫുഡ് സ്ട്രീറ്റ് കണക്കുള്ള സംഭവമാണ്. അപ്പോൾ അവിടെ നല്ല രീതിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു 2 സൈഡിലായിട്ട് കുറേ ഫുഡ് കൗണ്ടേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഫുഡ് കൗണ്ടറിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് മേടിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാനായിട്ട് പറ്റും. ഇതേ കഴിഞ്ഞില്ല, ഇവിടെ ചിക്കൻ ലെഗ് പീസിന് ഒരെണ്ണം $3, ക്രിസ്പി ഫ്രൈഡ് ഷ്രിമ്പ്, ഫ്രഞ്ച് ഫ്രൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാനായിട്ട് പറ്റും. പിന്നീട് റോളുണ്ട്, റോളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ വേറെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടുതലും ടിപ്പിക്കലായിട്ടുള്ള കാംബോഡിയൻ ഫുഡാണ്. അപ്പോൾ നമുക്ക് ഫുഡ് മേടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ വന്നിരുന്നിട്ട് നൈസിന് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. വെള്ളത്തിനകത്ത് വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ട് അങ്ങനെയൊക്കെ ആൾക്കാർ കഴിക്കുന്നുണ്ട്. കൊള്ളാം. അപ്പോൾ ഈ ഒരു സൈഡിലൊക്കെ കുറേ ഫുഡ് സ്ട്രീറ്റ് കടകളുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഒക്കെ ഉണ്ട് കുറേ ഷോപ്പുകൾ. അപ്പോൾ ഇതങ്ങനെ ചുറ്റിനും കറങ്ങിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഫുഡ് മേടിച്ചിട്ട് ഇവിടെ വെച്ച് കഴിക്കാം. ബിയറും കാര്യങ്ങളൊക്കെ കിട്ടും. ഹോട്ട്, കോൾഡ്, ചൈനീസ്, കോണ്ടിനെൻ്റൽ എല്ലാ ടൈപ്പ് ഫുഡുകളും കിട്ടും കേട്ടോ. കൂടുതലും കാംബോഡിയൻ ഫുഡാണ്. പക്ഷെ ഇതിൻ്റെ തീം കൊള്ളാം, നല്ല രസമുണ്ട്. മുകളിലൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടോ. ലെഗ് പീസൊക്കെ ഉണ്ട് ആക്ച്വലി. പക്ഷേ ലെഗ് പീസൊക്കെ നമ്മൾ ഓൾറെഡി കുറേ കഴിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലൂടെ കുറേ കാംബോഡിയൻ ഫുഡാണ് ഞാൻ കഴിക്കുന്നത്. റൈസ്, നൂഡിൽസിൻ്റെ ഒക്കെ ആയിട്ടുള്ള കുറേ വെറൈറ്റീസ്, ചിക്കൻ്റെ കുറേ വെറൈറ്റീസ്, അങ്ങനെയുള്ള ഫുഡൊക്കെ ഞാൻ കുറേ ട്രൈ ചെയ്തു. എല്ലാം കൊള്ളാം. അതിന് ആ ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൻ്റെ ആ ഒരു ഫുഡിൻ്റെ ടേസ്റ്റും സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ. നൈറ്റ് ലൈഫൊക്കെ ഓണായി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇവിടുത്തെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷവർമയും കിട്ടും കേട്ടോ. സോ ദേ ഇവിടെ ചെറിയ ഷവർമ ഷോപ്പുണ്ട്. ഓക്കെ, ബിഗ് സി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. ഇത് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റാണ്. ഓക്കെ, സൂപ്പർ മാർക്കറ്റിനകത്ത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ ഇത് ഇവിടുത്തെ ഈ ഒരു 7-Eleven കണക്കുള്ളൊരു സ്റ്റോറാണ്. ആരും ഇല്ലല്ലോ പക്ഷേ ഇതിനകത്ത്. ആകെ അതിനകത്തുള്ള 2-3 പേരേ ഉള്ളൂ കേട്ടോ. ഇവിടുത്തെ വലിയ ഓഫറും കാര്യങ്ങളൊന്നും കാണത്തില്ലായിരിക്കും. അതും ജസ്റ്റ് കയറിയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. ഇത് കണ്ടില്ലേ. അപ്പോൾ ഇത് ഇവിടുത്തെ ലോക്കൽ എന്താണ് സൂപ്പർ മാർക്കറ്റാണ്, അല്ലെങ്കിൽ ഗ്രോസറി സ്റ്റോർ എന്നൊക്കെ പറയുന്ന സംഭവം. യൂഷ്വലി ഉള്ള നമുക്കുള്ള കേക്ക്, ബിസ്ക്കറ്റ്, അങ്ങനെയുള്ള കുറേ ഐറ്റംസ്, ഡ്രിങ്ക്സ് കാര്യങ്ങളെല്ലാം കിട്ടും. പിന്നെ ബിയർ കിട്ടും. അറിയാമല്ലോ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലുള്ള ഏത് ഗ്രോസറി സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിധപ്പെട്ട ഹോട്ട് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഫേമസ് ബിയർ ബ്രാൻഡുകളാണ് കംബോഡിയയും അങ്കോറും. കംബോഡിയ, അങ്കോർ, ഈ 2 ബിയറുകളാണുള്ളത്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ടൈപ്പ് ഓഫ് ബിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ തായ്ലൻഡ് മേഡായിട്ടുള്ള കുറേ ബിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊറോണ കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊറോണ ബിയർ കേട്ടോ. പിന്നെ ഇതേ കണക്കാണ് ഇവിടുത്തെ കൂൾ ഡ്രിങ്ക്സ് കാര്യങ്ങൾ, വാട്ടർ ബോട്ടിൽ സംഭവങ്ങളൊക്കെ. ചിപ്സിൻ്റെയും ലേസിൻ്റെയും പല ടൈപ്പിലുള്ള വെറൈറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതേ കുറേ മുട്ടായികൾ, അലുക്കുലുത്ത് മുട്ടായിസ്, ഗിമിക്സ്, പിന്നെ കുറേ ഹെൽത്ത് കെയർ ഐറ്റംസ്, അങ്ങനെയുള്ള പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫേസ് വാഷ്, ഫേസ് മാസ്ക്, ഇതേ കണ്ടില്ലേ. അപ്പോൾ ഞാൻ വീണ്ടും അങ്ങനെ പബ് സ്ട്രീറ്റിൽ എത്തിയിട്ടുണ്ട്. പബ് സ്ട്രീറ്റിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങളിതേ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഫുള്ള് ആൾക്കാർ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഇവിടെ വലിയ പാട്ടും ബഹളവും ഒന്നുമില്ല. ഓൾറെഡി ഉള്ള കുറച്ച് മ്യൂസിക്സ്, ലൈറ്റ് മ്യൂസിക്സ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇടുന്നു എന്നല്ലാതെ സ്ട്രിപ്പേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. മാന്യമായിട്ട് വരിക, മാന്യമായിട്ട് വെള്ളമടിക്കുക, പോവുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ തായ്ലൻഡിലാണെങ്കിൽ അറിയാമല്ലോ, തായ്ലൻഡ്, വിയറ്റ്നാമൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലൈവാണ് സംഭവം. ഡാൻസും പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് എല്ലാം ഉണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു തീമില്ല. സമാധാനപ്രിയരായിട്ടുള്ള കുറേ ആൾക്കാർ നടത്തുന്ന കടകളാണെന്ന് തോന്നുന്നു. സോ അയ്യോ, അപ്പോൾ അതെ ഇതാണ് പബ് സ്ട്രീറ്റിൽ നിന്നുള്ള കാഴ്ചകൾ. ഈ റോഡിൽ കൂടെ തന്നെയാണ് ഞാൻ കുറേ നേരം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആ ഒരു സൈഡിലായിട്ട് നൈറ്റ് മാർക്കറ്റും കാര്യങ്ങളൊക്കെ കാണാം. റിവർ സൈഡ് നൈറ്റ് മാർക്കറ്റ് ആ ഒരു സൈഡിലുണ്ട്. അപ്പോൾ ഞാനൊരു പാൻ കേക്ക് പറഞ്ഞു ആക്ച്വലി. ഇപ്പോൾ ഇവിടെ കുറേ പാൻ കേക്കിൻ്റെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം $1 കേട്ടോ. ഇത്രയും വെറൈറ്റീസിൽ നമുക്ക് സാധനങ്ങൾ കിട്ടും. ബനാന, എഗ്, മിൽക്ക്, മില്ലോ എല്ലാം കൂടി ഇട്ടിട്ടുള്ള പാൻ കേക്ക് $1 അതായത് 4000 റീൽ വരും.
അപ്പോൾ ഇത് കണ്ടില്ല ഇവിടെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു വണ്ടിക്കകത്ത് അങ്ങനെ കൊണ്ടുവന്ന് ഒതുക്കി നിർത്തുക. ചേച്ചി നിർത്തി നമ്മുടെ പാൻ കേക്ക് ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ സെറ്റാക്കിയിട്ട് അങ്ങോട്ട് വെച്ചിട്ട് ബനാനയും ബാക്കി സാധനങ്ങളെല്ലാം കൂടി ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് നമുക്ക് തരും. അപ്പോൾ ഇതിനൊക്കെ കുറേ കടകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ തന്നെ തൽക്കാലം ഒരു പാൻ കേക്ക് കഴിക്കട്ടെ. എണ്ണയും കൊണ്ടാണെന്ന് തോന്നുന്നു ചേച്ചി ഇപ്പോൾ വെയിറ്റ് ചെയ്ത്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു പഴം എടുക്കുന്നു. എന്നിട്ട് ആ പഴം മുറിച്ച് അതിലേക്ക് ഇടുന്നു. ചേച്ചി പാൻ കേക്ക് ഉണ്ടാക്കട്ടെ. ഗൈസ്, കംബോഡിയയിൽ വന്നിട്ട് മലയാളം റോയൽ ഇന്ത്യൻ റോയൽ ഇന്ത്യൻ കംബോഡിയ മലയാളം റെസ്റ്റോറൻറ്റ്. ഓ മൈ ഗോഡ്. മസാല ദോശ, സാമ്പാർ, കോക്കനട്ട് ചട്നി, ടൊമാറ്റോ ചട്നി, ഇഡ്ഡലി, സാമ്പാർ, കോക്കനട്ട് ചട്നി എഴുതി വെച്ചിരിക്കുന്ന കേപ്പ് ഉണ്ടാവുന്ന റോയൽ ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ടുള്ള കംബോഡിയയിലെ സിയോം റിപ്പിലുള്ള മലയാളം എഴുതി വെച്ചിരിക്കുന്നു. മലയാളം, തമിഴുണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട്, ഹിന്ദി ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു മലയാളിയുടെ കടയായിരിക്കും, അല്ലെങ്കിൽ തമിഴ്നാട്. സിയോം റിപ്പ്. പരിപാടിയൊക്കെ കഴിഞ്ഞോണ്ട് തിരിച്ച് റൂമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നിനി വേറെ പരിപാടികളൊന്നുമില്ല. രാത്രി 10-11 മണിയായി. ഞാൻ പുറത്തായിരുന്നു. അവിടുത്തെ നൈറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ നിന്നു. അപ്പോൾ ഒഫീഷ്യലി നമ്മുടെ കംബോഡിയയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നാളെ രാവിലെ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോകും. എയർപോർട്ടിൽ നമ്മൾ നാട്ടിലേക്ക് പോകും. അപ്പോൾ ആ ഒരു വിഷ്വൽസും ഓവറോൾ കംബോഡിയ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളും എല്ലാം കൂടെ ആയിട്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. രാവിലെ കാണാം കേട്ടോ.